അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാനു വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് വീഡിയോസുകളിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ്, ഒരു സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ. എന്താണ് ഉസ്താദെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്തു പറ്റി? അദ്ദേഹത്തിന് വല്ല അസുഖമാണോ? അസുഖങ്ങളൊന്നുമില്ല, അള്ളാഹു എന്തുണ്ടെങ്കിലും ശിഫയാക്കി കൊടുക്കട്ടെ. പിന്നെന്താ ഉസ്താദെ, കുഞ്ഞാൻ ഉംറക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നുണ്ടോ? എന്താണ് ദുആ? അത് വേറൊന്നുമില്ല. പാണ്ടിക്കാട് കുഞ്ഞാൻ, ബഹുമാനപ്പെട്ട നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം. ഉസ്താദ് നന്ദപുരാന്താണ് ഈ പറയണത്. അത് കുഞ്ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു സംഗതിയാണത്. അപ്പോൾ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. യാ അല്ലാഹ്, എന്താ അല്ലേ മനുഷ്യന്മാരുടെ ഒരവസ്ഥ. എന്തോ വലിയ പുണ്യപ്രവർത്തിക്ക് അവസരം കിട്ടിയതുപോലെയാണ് നിങ്ങൾ ദ്വാരക്കണം. ഞാൻ ഹജ്ജിന് പോവാണ്, നിങ്ങളൊക്കെ ദ്വാരക്കണം. ഞാൻ ഉംറക്ക് പോവാണ്, നിങ്ങളൊക്കെ ദ്വാരക്കണം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം എന്ന് പറയണത് ആദ്യമായിട്ട് കേൾക്കണം. മഅദല്ലാ. ഈ ദുആ ചെയ്യണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, ബാറക്കല്ലാ, ഇതൊക്കെ എവിടെ നമുക്ക് പറയേണ്ടതെന്നൊരു ബോധമുണ്ടോ? അതുപോലെ തന്നെ ഈ അടുത്ത് വേറൊരു താത്തയും അതുപോലെ തൻ്റെ 2 കുട്ടികൾക്ക് സിനിമയിൽ അവസരം കിട്ടി. എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം, എൻ്റെ മക്കൾ നന്നായി അഭിനയിക്കാൻ, എൻ്റെ മക്കൾക്ക് ഇനിയും സിനിമയിൽ ചാൻസ് കിട്ടാൻ. എന്താണ് ഇവർ അള്ളാഹിനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ. ഒരു ഉമ്മ ഇന്ന് കരയുന്നുണ്ട്, ഇങ്ങനത്തെ സിനിമയൊക്കെ എപ്പോഴാണ് ഇറങ്ങണത്? ഇങ്ങനെ ഒരു സിനിമ കാണാൻ തൗഫീഖ് ചെയ്തെൻ്റെ റബ്ബ്. അതല്ലാ, എന്തൊരു അപകടം പിടിച്ച വാദഗതികളാണ് അതൊക്കെ അല്ലേ? എന്തൊരു അപകടം പിടിച്ച സംസാരങ്ങളാണിതൊക്കെ. അള്ളാഹുവിനെ പരിഹസിക്കുകയാണോ നിങ്ങൾ? ഈ ഇൻഷാ അല്ലയും മാഷാ അല്ലയ്ക്ക് ഇതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന്. എനിക്കതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ സ്വാദിഖൻ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സത്യസന്ധമായി പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ അപ്പോൾ കള്ളത്തരമുണ്ട്, സത്യസന്ധമായി പറയലുണ്ട്. നമ്മൾ ഭൂരിഭാഗം ആളുകളും കള്ളത്തരം ലാ ഇലാഹ ഇല്ലല്ലയിൽ കൊണ്ടുവന്നവരാണ്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് കള്ളത്തരം പറഞ്ഞവരാണ്. സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവരാണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ തന്നെ സ്വർഗ്ഗമായിത്തീരും അല്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്തൻ. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, അതായത് ഈ ലാ ഇലാഹ ഇല്ലല്ലാ തിരിഞ്ഞവർക്ക് 2 സ്വർഗ്ഗം ഉണ്ടെന്നാണ്. 2 സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഇപ്പോൾ 2 സ്വർഗ്ഗത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരു സ്വർഗ്ഗത്തിൽ തന്നെ എല്ലാം കിട്ടൂലേ? ആ പറഞ്ഞതിൻ്റെ ഒരു ആശയം, ഈ ദുനിയാവും സ്വർഗ്ഗാകും, നാളെ പരലോകത്ത് എന്തായാലും സ്വർഗ്ഗാകും. അതിന് ലാ ഇലാഹ ഇല്ലല്ലാ എങ്ങനെ പറയണം? സത്യസന്ധമായിട്ട് പറയണം. അപ്പോൾ കള്ളത്തരം പറഞ്ഞാലോ? ലാ ഇലാഹ ഇല്ലല്ലയിൽ കള്ളത്തരം പറഞ്ഞാൽ അവൻ്റെ അമലുകൾ മുഴുവൻ നാശത്തിലേക്കാണ് അവനെ എത്തിക്കുക. എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലയിൽ കള്ളത്തരം പറഞ്ഞാൽ പോയി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഷാ അല്ലയും മാഷാ അല്ലയ്ക്ക് എവിടെ നമ്മൾ കമൻറ്റ് ചെയ്യണം? ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറയണം, ഉസ്താദേ എൻ്റെ മോളുടെ വിവാഹം അടുത്ത മാസമാണ്, ഇന്നാലിൻ്റെ ഡേറ്റാണ്, ഉസ്താദ് ദ്വാരക്കണം ഇൻഷാ അല്ലാ ഇന്നാലിൻ്റെ ഡേറ്റിലാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു എന്നോട്? ഇൻഷാ അല്ലാ പറഞ്ഞു. അൽഹംദുലില്ലാ, സന്തോഷം. അങ്ങനെ കല്യാണത്തോടടുത്ത് വരുന്നു, കയ്യിൽ പൈസയൊന്നുമില്ല. കല്യാണത്തിൻ്റെ തലേന്ന് വരെ പടച്ചോനിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലേന്ന് എത്തിയപ്പോൾ ഇവൻ്റെ ഈമാനൊക്കെ പോയി. ഇനി പലിശക്കെടുക്കാതെ വേറെ വഴിയില്ല, പലിശക്കെടുത്തു. ആ ഇൻഷാ അല്ലാ സത്യസന്ധമായില്ല. കാരണം അള്ളാഹു സഹായിക്കും, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ പലിശക്കെടുക്കില്ലായിരുന്നു ഇല്ലേ? അവിടെ കള്ളത്തരം കാണിച്ചു. അപ്പോൾ ഇൻഷാ അല്ലയിൽ സത്യസന്ധതയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ കൊണ്ട് അയാൾക്ക് അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായിരുന്നോ? അല്ലെങ്കിൽ കല്യാണം ഇപ്പോൾ പൈസയൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലയും മാഷാ അല്ലയൊക്കെ പറഞ്ഞു പോയി. അൽഹംദുലില്ലാ എൻ്റെ റബ്ബ് എൻ്റെ മോക്ക് നല്ലൊരു ഇണയെ തന്നു, അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞു പോയിട്ട് കല്യാണത്തിൻ്റെ അന്ന് അള്ളാഹുവും റസൂലും തൃപ്തിപ്പെടാത്ത പേക്കൂത്തുകളും ഹറാമുകളും കൊണ്ടുവന്ന് കുത്തി നിറച്ച ആ ഏറ്റവും മോശമായ രീതിയിൽ കല്യാണം എന്ന സുന്നത്തിനെ മലീമസമാക്കിയാൽ അൽഹംദുലില്ലാ കള്ളത്തരമായി മാറി. ഇതുപോലെ നിങ്ങൾ പറയുന്ന പല അൽഹംദുലില്ലകളും മാഷാ അല്ലകളും നിങ്ങളെ തിരിഞ്ഞുകുത്തും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സേവ് ദ ഡേറ്റും അതുപോലെ നിക്കാഹ് പോലും കഴിയാതെ ആണും പെണ്ണും തുള്ളിച്ചാടുക. കല്യാണത്തിനിങ്ങനെ ചെക്കനും പെണ്ണും, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇങ്ങനെ ചെക്കൻ്റെ വിരലിൽ കിടന്ന് പെണ്ണിങ്ങനെ കറങ്ങുക, പെണ്ണ് കിടന്ന് കറങ്ങാണ് ചെക്കൻ്റെ കയ്യിൽ കിടന്നിട്ട്. അപ്പോൾ അടിയിൽ താഴെ മാഷാ അല്ലാ, കണ്ണ് കിട്ടാതിരിക്കട്ടെ എൻ്റെ മക്കൾക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ സമ്മേളനം നടച്ചാണ്. ഒന്ന് ആലോചിക്കുക മക്കളെ, മാഷാ അല്ലാ കൊണ്ട് ശാപം മേടിക്കുന്നത്. അള്ളാഹിനെ കൊണ്ടുവന്നിട്ടുള്ള സ്ഥലമാണ് അതൊക്കെ.
അള്ളാഹു നന്നാക്കട്ടെ എന്ന് പറഞ്ഞ രസമുണ്ട്. അവിടെ കണ്ട് വലിയ ബർക്കത്തുള്ള കാര്യം നടക്കുന്നത് പോലെ എല്ലാ പേക്കൂച്ചുകൾക്കടിയിൽ പോയിട്ട് മാഷാ അല്ലാഹും അൽഹംദുലില്ലാഹി ഇൻഷാ അല്ലാഹും കമൻറ്റ് ചെയ്ത് വെക്കുന്നവരെ അള്ളാഹുവിൻ്റെ ശാപം നിങ്ങളുടെ മേലുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വേണ്ടാത്തടത്ത് പോയിട്ട് നിങ്ങൾ ദ്വാരക്കണം ഇല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹറാമ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്ന് 2 വെള്ളടിക്കട്ടെ, നിങ്ങൾ ദ്വാരക്കൂ, അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയോ? പറയാൻ പാടില്ല. ഞാൻ അതിൻ്റെ അടിയിൽ പോയി തെറി വിളിച്ചിട്ടും കാര്യമില്ല. ഇവർക്കൊക്കെ ഇതൊരു വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള സംഗതികളാണ്. അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ. ഏതായാലും ഞാൻ ഈ വിഷയമൊക്കെ പലതവണ പറഞ്ഞതാണ്. സ്വന്തം ഭാര്യയെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് അണിയിച്ചൊരുക്കി അവരുടെ കൊഞ്ചലും കുഴയിലും കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഇന്ത്യ മഹാരാജ്യമാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുള്ളവരോട് മാത്രമാണ് നമ്മുടെ ഉപദേശമെന്നേ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുള്ളവരോട് മാത്രമേ നമ്മൾ പറയുള്ളൂ, ബാക്കി എല്ലാവരോടും ഇല്ല. അതുകൊണ്ട് നിങ്ങളതിൽ പെടുന്നവരാണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ സ്വന്തം ഭാര്യയുടെ ചില ആൾക്കാരുണ്ട്, പ്രസവം ലേബർ റൂമിൻ്റെ അകത്ത് പോകുമ്പോൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ഭാര്യനെയും കുഞ്ഞിനെയും കാണിക്കുക. അതിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുക. എന്തൊരു നാണം കെട്ട ഇടപാടാണ്. അതുപോലെ തന്നെ ഭാര്യ ഡാൻസ് കളിക്കുന്ന കാണിക്കുക, അവളുടെ കൊഞ്ചലും കുഴയിലും കാണിക്കുക. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇത്. ജീവിതത്തിലെ ബർക്കത്തുള്ള എടുത്ത് കളയും കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്ന ഒരു ഭാര്യയും ഭർത്താവും കേരളത്തിലെ പ്രസിദ്ധരായ വ്ളോഗേഴ്സാണ്. ഗൾഫിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നവരാണ്. എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട് ആ വ്ളോഗ്സിലൊക്കെ. പക്ഷെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഡിവോഴ്സിൻ്റെ മൈൻഡോട് കൂടെയാണ്. ഒരു കൗൺസിലിംഗ് ഞങ്ങൾക്ക് വേണം സാർ, നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കീലാണ്. ഞാൻ ചോദിച്ചു, ഇന്നലെയും നിങ്ങളിട്ട വ്ളോഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, എനിക്ക് നിങ്ങൾ അയച്ചു തന്നിരുന്നു ആദ്യം. ആ വ്ളോഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. അത് ഞങ്ങളുടെ പ്രൊഫഷനാണെന്നാണ് പറഞ്ഞത്. പ്രൊഫഷൻ ആക്കേണ്ടത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നത് എപ്പോഴാണ്? ഈ വ്ളോഗുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ? അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ജനമധ്യത്തിൽ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. വരും, ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളുണ്ട്. ഹണിമൂൺ പീരീഡ്, സ്ട്രഗ്ലിംഗ് പീരീഡ്, പിന്നെ ഒരു ഫ്ലോ ആയിട്ട് അങ്ങ് പോകേണ്ട പീരീഡാണ്. ഈ ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹ് ബറക്കത്ത് തരണം. ആ ബറക്കത്തുള്ള തരണമെങ്കിൽ അവൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസില്ലേ, അവസാന കാലമാകുമ്പോൾ ദയ്യൂസ് വരും. ദയ്യൂസ് വന്നാൽ ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആരാണ് ദയ്യൂസ്? യാ റസൂലല്ലാഹ്, അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി. സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ മറ്റൊരുത്തനെ കണ്ടാൽ ഒന്നും മിണ്ടാതെ മാറി നിൽക്കണവനാ ദയ്യൂസ്. അപ്പോൾ മുഹദ്ദിസുകൾ വിശദീകരിച്ചെന്നു, സ്വന്തം ഭാര്യ അണിയിച്ചൊരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു കാഴ്ചപ്പണ്ടാരം പോലെ നിർത്തുന്നവനും ദയ്യൂസാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരത്തിൽ സ്വന്തം ഭാര്യ അണിയിച്ചൊരുക്കിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുക, അവരുടെ കൊഞ്ചലും കുഴയിലും കാണിക്കുക. എന്തെല്ലാം തോന്നിവാസങ്ങൾ, അഴിഞ്ഞാട്ടങ്ങൾ കാണിക്കുക. കല്യാണ വേദി മുതൽക്കേ തുടങ്ങും ഹറാമുകളുടെ കൂമ്പാരം. ഇതൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവനെ ദയ്യൂസാണെന്ന് പഠിപ്പിക്കുന്ന ഷഫീഉന വസയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ദയ്യൂസുകളാകല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായി പറഞ്ഞവരാകണം. പേരുകൊണ്ട് മുസ്ലിമായി ദുആ ചെയ്യണം. എന്താണ് അള്ളാനെ കളിയാക്കലല്ലേ സഹോദര ഇത്? ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ പറയാം, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായൊരു ദേഷ്യമില്ല. ഇപ്പം എൻ്റെ നാട്ടിൽ നിരന്തരം വന്നു പോകുന്ന ആളും കൂടെയാണ് താങ്കൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു വ്യക്തിപരമായൊരു ദേഷ്യമില്ല. ഇതിപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനെന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുന്നതുമല്ല, എല്ലാവരോടും കൂടെയാണ് ഞാനിത് ഉണർത്തുന്നത്. ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും. ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സിനിമയിൽ അവസരം കിട്ടി ദുആ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് എന്ന തൗഫീഖാണ് ഇങ്ങനെ ഒരു സിനിമ കാണാനെന്നാ വെല്ലുമ്പോൾ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇങ്ങനെയൊന്നും ആകരുത്. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അപ്പോൾ പിന്നെ ഈ കേൾക്കുന്ന സഹോദരങ്ങൾ പറയട്ടെ, ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് കൊണ്ട് വേണ്ടാത്ത സ്ഥലത്ത് കമൻറ്റ് ചെയ്ത് വെച്ചിട്ട് അള്ളാഹിൻ്റെ ശാപത്തിന് അർഹരാകുന്നവരിൽ പെട്ടുപോകരുത്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.